സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയത്തിനെതിരെ വീണ്ടും മാഞ്ഞടിച്ച INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ 5 വർഷത്തെ UDF ഭരണം പ്ലാന്റേഷൻ നിർമ്മാണ മേഖലകളെ തകർത്തതായി ചന്ദ്രശേഖരൻ ആരോപിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടികയും INTUC തയ്യാറാക്കി. കൊച്ചിയിൽ നടന്ന ജനറൽ കൗൺസിലാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകിയത്. INTUCയുടെ പ്രതിനിധികളായി കേരള സംസ്ഥാനത്ത് 14 ജില്ലകളിലായി മത്സരിക്കേണ്ടവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടതനുസരിച്ച് INTUCയുടെ 32ാമത് പ്ലീനറി സമ്മേളനത്തിന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിനും കേന്ദ്ര നേതൃത്വത്തിനും കൊടുക്കുന്നത്. UDF സർക്കാർ വൻകിട വ്യവസായ പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കിയെന്ന് അവകാശപ്പെടുമ്പോഴും പരമ്പരാഗത പൊതുമേഖലാ സ്ഥാപനങ്ങൾ പാടെ തകർന്നതായും ചന്ദ്രശേഖരൻ കുറ്റപ്പെടുത്തി. പ്ലാന്റേഷൻ മേഖലയിലും നിർമ്മാണ മേഖലയിലും അതുപോലെ തന്നെ പരമ്പരാഗത വ്യവസായ മേഖലകളിലും ഒക്കെയുള്ള നിരവധി പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. അത് പൂർണ്ണമായി അഡ്രസ് ചെയ്യാൻ കഴിയാതെ പോയി എന്നുള്ള വീഴ്ച നമുക്കുണ്ട്. മാത്രവുമല്ല, സംഘടിത വ്യവസായ മേഖലകളിൽ പല സ്ഥാപനങ്ങളും ഇന്ന് അതീവ ഭയാനകമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രശേഖരനടക്കം പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളും ജനറൽ കൗൺസിലിൽ അധികാരമേറ്റു. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ സംഘടനയുടെ കരുത്ത് വിളിച്ചോന്ന വിവിധ പരിപാടികൾ വരും ദിനങ്ങളിൽ സംഘടിപ്പിക്കാനാണ് INTUC നീക്കം. റിപ്പോർട്ടർ, കൊച്ചി.